ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനോസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു പ്ലെയിൻ ബ്ലൗസ് ഡിസൈൻ ചെയ്ത് കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു പഫൊക്കെ വരുന്ന ഒരു അത്യാവശ്യം മുട്ടിന് മുകളിൽ വരുന്ന ഒരു സ്ലീവാണിത്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇത് തയ്ച്ചിട്ടാണ് ബ്ലൗസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ഇത് സൈസ് കുറച്ച് കുറവായ ഒരു കുട്ടിയുടെ ബ്ലൗസാണ്. അപ്പോൾ നമുക്കത് നമ്മുടെ ഫ്രെയിമിൽ ആര്യ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫ്രെയിമിൽ നമുക്കിത് വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കയ്യിൻ്റെ അവിടുത്തെ സ്റ്റിച്ചും അതുപോലെ ഉടലിൻ്റെ അവിടുത്തെ സ്റ്റിച്ചൊക്കെ ഒന്ന് അഴിച്ചു കൊടുത്തിട്ട് ഞാൻ ആദ്യം നമ്മൾ കൈയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കൈ ഇതുപോലെ രണ്ടറ്റത്തും എക്സ്ട്രാ പീസ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ആര്യ വർക്കിൻ്റെ ആ ഫ്രെയിമിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ തൊട്ടിട്ടാണ് ഞാനിത് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആര്യ വർക്കാണ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത്. അതിനായിട്ട് 2 ത്രെഡ് നോർമൽ നമ്മുടെ മെഷീൻ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഷുഗർ ബീഡ്സ് കൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതുപോലെ അതിനുശേഷം ഈ ഒരു ഗോൾഡൻ ബീഡ്സും ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ബോർഡർ ഡിസൈനാണ് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഈ ഒരു ഡിസൈന് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇനി അഥവാ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്കൊന്നും അറിയില്ലല്ലോ ഇത് എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവുക എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഈ ഒരു ഷുഗർ ബീഡ്സ് ഒരു 3-4 മുത്ത് വെച്ചിട്ട് നമ്മൾ ആര്യ വർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് കൂടുതലാവാൻ പാടില്ല, 3-4 അതിന് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മൾ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് പോലെ ഇരിക്കും. കറക്റ്റ് സ്റ്റഡിയിൽ നമുക്കത് കിട്ടില്ല. പക്ഷെ ഇതാവുമ്പോൾ കറക്റ്റ് നേരെ ആ ഒരു ഇതായിട്ട് കിട്ടും. കണ്ടില്ലേ ഇതുപോലെ. അപ്പം ഇങ്ങനെ നമുക്ക് ഇനി ഏതറ്റം വരെയാണോ നമ്മൾ ചെയ്തെടുക്കേണ്ടത് അതുവരെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ലെയർ ചെയ്തെടുത്തു. ഇനി നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു ഗോൾഡൻ ബീഡ്സ് കൊണ്ടാണ്. ആ ഗോൾഡൻ ബീഡ്സ് ഇത് ഇപ്പം നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഗോൾഡൻ ബീഡ്സ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1 അല്ലെങ്കിൽ 2 വെച്ചിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അഥവാ നമ്മൾ 2 കൂടുതൽ ഒരു 3-4 ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിങ്ങനെ വളഞ്ഞിരിക്കും, കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഈ സൂചിയിൽ ഒരു 9 മുത്ത് കൊള്ളുന്നുണ്ട് ഈ ഒരു ഇത്. അപ്പം നമുക്ക് 2 വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുക്കുന്നത്. ശരിക്കും നമ്മൾ നോർമലി നമ്മൾ ആര്യ വർക്ക് ചെയ്യുമ്പോൾ ഓരോരോ മുത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുക. പക്ഷെ നമ്മുടെ സമയക്കുറവ് മൂലം നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനുള്ള ബ്ലൗസൊക്കെ ആണെങ്കിൽ ഞാൻ ഇതുപോലെ 2 വെച്ചിട്ട് ചെയ്ത് കൊടുക്കും. പക്ഷെ 2 വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാണാൻ വൃത്തികേടായിട്ട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കറക്റ്റ് നമ്മൾ ഓരോ മുത്ത് വെച്ച് ചെയ്യുന്നതിന് പോലെ തന്നെ നമുക്ക് 2 മുത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് വളഞ്ഞിട്ട് ഇരിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റെപ്പും ഇതുപോലെ ലാസ്റ്റ് വരെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ ആ ഷുഗർ ബീഡ്സ് കൊണ്ട് ഒരു ലൈന് കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മളിതാ ഈ ഒരു നെക്ക് എന്ന് പറയുന്നത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ഒരു ബോർഡർ ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബ്ലൗസ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ ചിലവർക്ക് നല്ലതുപോലെ വർക്കുകളൊന്നും ആവശ്യമില്ലെങ്കിൽ ഈ ഒരു വർക്ക് ഉപയോഗിച്ച് നമുക്ക് ബ്ലൗസൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ നോർമൽ ത്രെഡും നീഡിലും ഉപയോഗിച്ചുകൊണ്ടാണ് ഇനി ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനെക്കാട്ടി കുറച്ചുകൂടി വലിയ മുത്താണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ സ്ലീവിൽ വെച്ചതിനെയും കാട്ടി സ്ലീവിൻ്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ബോർഡർ ഡിസൈന്, അതിനെയും കാട്ടിയും കുറച്ചുകൂടിയും വലിയ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഞാനൊരു 5 ഇതളാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇതളുകളുടെ എണ്ണം കൂട്ടുകയും ചെയ്യുക, കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ നമ്മൾ ഏറ്റവും ചെറിയ സ്മാൾ സൈസിലുള്ള ഗോൾഡൻ ബീഡും അതുപോലെ തന്നെ കട്ട് ബീഡും ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഷുഗർ ബീഡും ഒരു കട്ട് ബീഡും ഈ ഒരു മുത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക, ഒന്ന് കുത്തിയിറക്കി കൊടുക്കുക. കണ്ടില്ലേ, അങ്ങനെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഞാൻ ഒരു 5 ഇതളുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ
ഇങ്ങനെ ഓരോരോ ഗ്യാപ്പ് വിട്ടിട്ട് ഒരു 5 ഇതൾ ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതളുകൾ, അതായത് കുറച്ച് ഇത് വേണമെങ്കിൽ ഫുള്ള് നമുക്ക് പൂ പോലെ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതേപോലെ കുറച്ചുകൂടി വിട്ട് ഒരു കുരിശ് പോലെ 4 ഇതളായിട്ട് ചെയ്തെടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഫ്ലവറിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഈ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഒരു ഗ്രീൻ കളർ, അതായത് ഒരു തത്തയുടെ പച്ചയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഗ്രീൻ കളർ ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പം നമ്മൾ കസ്റ്റമേഴ്സ് പറയുന്നതാണ് ചെയ്തു കൊടുക്കാറ്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ആ ഒരു ഇത് വരുത്താനായിട്ട് ഇതിൻ്റെ ഈ പൂവിൻ്റെ ഇടയിൽ കൂടെ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇപ്പം ചെയ്യുന്നില്ല. ആദ്യം ഈ ഒരു ആ ഒരു ത്രെഡ് ഉപയോഗിക്കുന്നതിന് മുൻപ് ഈ ഒരു ത്രെഡ് ഫുള്ള് കഴിയുന്നത് വരെ നമുക്ക് ഇതന്നെ ചെയ്തെടുക്കാം. അതിനുശേഷം എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഈ ഫ്രെയിമിനെ ഒന്ന് ചെരിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ലീഫ് ഡിസൈനാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് 3 കട്ട് ബീഡ്സ് ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് ഒരു വീഷ് പോലെ ഒന്ന് ചെയ്തു കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന്, മുകൾ വശത്ത് നിന്ന് സെൻറ്റർ ഭാഗത്തു നിന്നായിട്ട് ഇതുപോലെ കുത്തിയെടുത്തു. അതിനുശേഷം 3 കട്ട് ബീഡ്സ് വീണ്ടും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് തൊട്ട് താഴോട്ടേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുത്തിയിറക്കി കൊടുത്തു. അപ്പം നല്ല ഭംഗിയുള്ള ഒരു ലീഫ് കിട്ടി. ഇനി നമ്മൾ സെൻറ്ററിലൊരു വി ചെയ്യാണ് കേട്ടോ. അപ്പം നേരെ മുകളിൽ നിന്നായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ തൊട്ട് താഴെ എവിടെയാണോ കുത്തിയിറക്കിയത് അവിടെ തന്നെ കുത്തിയിറക്കുക കേട്ടോ ഇതിന്. അപ്പോൾ നമുക്കൊരു വി കിട്ടി. ഇനി നമ്മൾ പുറത്തോട്ടേക്കാണ് കുത്തി കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് മുകളിൽ നിന്നായിട്ട് കുത്തിയെടുക്കുക. സൂചി നൂലും അതേപോലെ ഒന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉള്ളിൽ നിന്നാണ് ചെയ്തത്. ഇനി നമ്മളിത് പുറത്തേക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു കറക്റ്റ് ഒരു ഇത് കിട്ടാനായിട്ട്, ആ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് ഇങ്ങനെ കണ്ടില്ലേ, ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്കൊരു ലീഫ് ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഒരു 4 ലെയർ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് 2 ലെയർ ആക്കാം, 1 ലെയർ ആക്കാം, 3 ആക്കാം, 6 ആക്കാം, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 4 ലെയറാണ് ഇവിടെ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതേപോലെ തന്നെ ഈ ഒരു ലീഫിനെ കുറച്ചൊരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഒരു ലീഫ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കസ്റ്റമറിന് ആ ഒരു ഗ്രീൻ കളർ വരണം എന്നുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ലീഫിൻ്റെ ഇടയിലും നമുക്ക് ആ ഒരു ഗ്രീന് കൊണ്ടുവരാം എന്നുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു ഐഡിയ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ലീഫിനെ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നീറ്റായിട്ട് കറക്റ്റ് ആ ഒരു വി ഷേപ്പ് പോലെ തന്നെ വരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇനിയിപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ആർക്കും കിട്ടിയെന്നൊന്നും വരില്ല. എങ്കിൽ പോലും ഇനി നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് കിട്ടാൻ, ഞാനിപ്പോൾ ഒന്നും വരയ്ക്കാതെയാണ് കേട്ടോ. എനിക്ക് ഏകദേശം ഞാനിത് ചെയ്തിട്ട് എനിക്ക് ഒരു പ്രാക്ടീസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് അതൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് വരച്ചിട്ട് നമുക്ക് വൈറ്റ് കളറ് മാർക്കിംഗ് പെൻസിലൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വി പോലെ ഒരു ലീഫ് പോലെ ഇങ്ങനെ ജസ്റ്റ് വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് ആ ഒരു ഓർഡറിൽ നമുക്ക് കിട്ടുകയും ചെയ്യും, ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 4 സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും എന്ത് ചെയ്യുക, ഇതുപോലെ ആ ഗോൾഡൻ ബീഡ് വെച്ച് കൊടുത്തു. അതിന് അത്യാവശ്യം ആ ഒരു ലീഫിൻ്റെ അവിടെ നിന്ന് കുറച്ചൊരു ഗ്യാപ്പ് വിടണം കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ ആ ഒരു ഗോൾഡൻ ബീഡും കട്ട് ബീഡ്സും വെച്ച് കൊടുക്കാനുള്ള ഒരു ലെങ്ത്ത് നമുക്ക് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതിനുള്ളത് വിട്ടിട്ട് വേണം നമ്മൾ ആ ഗോൾഡൻ ബീഡ് വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം വീണ്ടും ഞാൻ നേരത്തെ ചെയ്ത ആ ഒരു ഫ്ലവർ ഡിസൈൻ ഇവിടെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, മറ്റേ ഗ്രീൻ കളറ് ആഡ് ചെയ്യാതെ തന്നെ ഈ ഒരു ഡിസൈൻ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാൻ നല്ല ഭംഗി ഉണ്ടാവും എന്ന് പറയുന്നതല്ലാതെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറയൂ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത്. ഈ ഒരു ഡിസൈൻ തന്നെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ലീഫ് എന്താ പറയുക, ആ ലീഫിൻ്റെ ഡിസൈനും അത് ആ സ്ലീവിൻ്റെ എൻഡിലായിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നി. നിങ്ങൾ കണ്ടിട്ട് പറയൂ, നിങ്ങൾക്കും അങ്ങനെ തോന്നിയോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് പറയണേ. അപ്പം ഞാൻ ഇതുപോലെ ബാക്കി ആ ഒരു ഫുള്ള് ചെയ്തെടുത്തിട്ട് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊരു കാണാനായിട്ട് പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു എന്ന്. ആ ഒരു ലീഫ് ഡിസൈനാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത് കേട്ടോ. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടില്ലേ, ആ ഫ്ലവറിൻ്റെ അവിടെ മാത്രമാണ് എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്താ പറയുക, ഇത് വെച്ച് കൊടുക്കാനാണ്, ആ ഒരു എംബ്രോയ്ഡറി ത്രെഡ് കൊണ്ടുള്ള ഒരു വർക്ക് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്
പോകുന്നത് ഈ ഒരു ലീഫിൻ്റെ ചെയ്തതിൻ്റെ ഫസ്റ്റത്തെ, അതായത് ഫ്ലവർ കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് ലീഫിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു മറ്റേ ഡ്രോപ്പ് ബീഡ് ഉണ്ടല്ലോ, നമ്മുടെ ഏറ്റവും ചെറിയത്. ഇതൊരു സ്മാൾ സൈസിലുള്ളത് ഡ്രോപ്പ് ബീഡാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഏറ്റവും സ്മാൾ സൈസിലുള്ളതാണ്. അപ്പോൾ ആ ഒരു ബീഡ് ഞാൻ ഈ ഒരു ലീഫിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കാണിച്ചു തരാം. അത് ഇതാ കണ്ടില്ലേ, ഇതാ ഇതുപോലെ കേട്ടോ. ഇങ്ങനെ അവിടെ മാത്രം ഫസ്റ്റത്തെ ലീഫിൽ മാത്രമാണ് വേണ്ടത്. ഇനി മറ്റേ ലീഫിലോട്ട് പോകാനായിട്ട് നമുക്കിത് കുറച്ച് അത്യാവശ്യം ലെങ്ത് ഉണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് മുകളിൽ കാണുന്ന ആ ഒരു ലീഫിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒന്ന് കുത്തിയെടുത്തിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു പോയിന്റ് വിട്ടിട്ട് അവിടെ തന്നെ കുത്തിയിറക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും മറ്റേ ലീഫിലോട്ട് വരിക. അപ്പോൾ കറക്റ്റ് ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഫില്ലായി കിട്ടും. എന്നിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ഡ്രോപ്പ് ബീഡ് ഫസ്റ്റ് ആ ഫ്ലവർ കഴിഞ്ഞ് വരുന്ന ഫസ്റ്റത്തെ ആ ഒരു ലീഫിൽ ഈ ഒരു ഡിസൈന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഇങ്ങനെ അല്ലാതെ ബാക്കിയുള്ള എല്ലാ ലീഫ് ഡിസൈൻസിലും ഈ ഒരു സ്റ്റോൺ, അതായത് ഈ ഒരു ഡ്രോപ്പ് ബീഡ് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അത്യാവശ്യം കുറച്ചൊരു ഗ്യാപ്പ് വിട്ടാൽ മതി കേട്ടോ നമ്മൾ ലീഫ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു ഡിസൈനും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പം ഞാൻ ബാക്കിയുള്ള എല്ലാ ലീഫിലും, അതായത് ആ ഫ്ലവർ കഴിഞ്ഞ് വരുന്ന ലീഫിലൊക്കെ ഇതുപോലെ ആ ഒരു ഡ്രോപ്പ് ബീഡ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അത്യാവശ്യം അതെന്താണെന്ന് വെച്ചാലേ, എനിക്കത് ഫസ്റ്റത്തെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറയട്ടെ, മറ്റേ ഞാൻ ഇതിൽ ഫസ്റ്റ് ഞാൻ നെക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് രാത്രി ആയതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എനിക്ക് അതിലൊരു ഇത് തോന്നിയതാണ്, ഒരു മിസ്സിങ്, എന്തോ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു എന്താ പറയുക ഈ ഡ്രോപ്പ് ബീഡ് അവിടെ വെച്ച് കൊടുത്തത്. അല്ലാതെ എനിക്ക് എങ്ങനെ ഇത് കറക്റ്റായിട്ടൊരു ഗ്യാപ്പ് അവിടെ കിട്ടുമെന്ന് അറിയുമെന്നൊന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. പക്ഷെ അങ്ങനെയല്ല, ഞാൻ നേരത്തെ തന്നെ നമ്മുടെ നെക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അതിൽ നിന്നാണ് മനസ്സിലായത് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഈ ഒരു സ്മാൾ സൈസിലുള്ള ഡ്രോപ്പ് ബീഡ് അവിടെ ഒന്ന് വെച്ച് കൊടുത്താൽ ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ നെക്കിൽ വരുമ്പോൾ ഓൾറെഡി നമ്മുടെ ഈ സ്ലീവിലും നമുക്കത് ഉപയോഗിക്കേണ്ടേ, അങ്ങനെയാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ആങ്കറിൻ്റെ ത്രെഡാണ് കേട്ടോ, എംബ്രോയ്ഡറി ത്രെഡ് ഉപയോഗിക്കുന്നത്. നല്ല ത്രെഡാണ് ഇത്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ. 10 രൂപയ്ക്കാണ് ഒരെണ്ണത്തിന് വരുന്നത്. ഇത് 0239 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറുള്ള നമ്മുടെ ആങ്കറിൻ്റെ ത്രെഡാണ്. അപ്പോൾ ഈ നമ്പർ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ എന്താ ഉപയോഗം എന്ന് വെച്ചാൽ, ഇപ്പം നൂലൊന്ന് കഴിഞ്ഞു, അപ്പോൾ ആ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഈ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതേ കളർ നൂല് തന്നെ നമുക്ക് തരും. ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും കളറായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവറിൻ്റെ ഇടയിലായിട്ടുള്ള ഗ്യാപ്പിൽ ഇതുപോലെ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സൂചി അടിയിൽ നിന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം സൂചിയിലോട്ട് 2 റൗണ്ട് നൂല് ചുറ്റിയതിന് ശേഷം അടിയിലോട്ട് ഇതുപോലെ കുത്തിയിറക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനും കൂടിയാണ് കേട്ടോ ഇത്. നമുക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അത്യാവശ്യം വീട്ടിൽ പണിയും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം കൊണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ബ്ലൗസ് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ പുറത്ത് പോയിട്ട് വെറുതെ ഇങ്ങനെ കാശ് കളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്കിത് കണ്ടിട്ട്, എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് കിട്ടും. തുടക്കക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ഞാൻ ആ ഫസ്റ്റ് ഫ്ലവർ കംപ്ലീറ്റ് ആക്കി കൊടുത്തു. ഇപ്പോൾ കാണാനായിട്ട് ഒന്നുകൂടി ഒരു ഭംഗി വന്നില്ലേ. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മുടെ ഈ ലീഫ് ഉണ്ടല്ലോ, രണ്ടാമത്തെ ലീഫിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നായിട്ട് സൂചി കുത്തിയെടുക്കുകയാണ്. അതിനുശേഷം ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ, നമുക്ക് എത്രത്തോളം ലെങ്ത്തിലാണ് ചെയ്യേണ്ടത് അത് ഇതേപോലെ ഫ്രഞ്ച് നോട്ട് തന്നെ ഒന്ന് ചെയ്തിട്ട് ആ ലെങ്ത്തിലൊന്ന് നീട്ടി കുത്തി കൊടുക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഒരു ലീഫ് പോലെ തന്നെ. ഇനി വീണ്ടും ആ സെൻറ്റർ ഭാഗത്തുനിന്ന് സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് ആ സൂചിയിലോട്ട് നമ്മൾ 2 തവണ ആ ഒരു ത്രെഡിനെ ഒന്ന് ചുറ്റിയിട്ട് എവിടെയാണ് നമുക്ക് കുത്തിയിറക്കേണ്ടത്, ലെങ്ത്ത് വേണ്ടത്, അവിടെ അതുപോലെ ഒന്ന് കുത്തിയിറക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഡിസൈന് കണ്ടില്ലേ, ഇത് നമുക്ക് ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും. എന്താ പറയുക, നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു ഡിസൈൻ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഡ്രോപ്പ് ബീഡ് വെച്ച് കൊടുത്താലും മതി, നല്ല ഭംഗി ഉണ്ടാവും.
ഇനി നമുക്ക് ഈ ഒരു ഡിസൈന് ഇത് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കസ്റ്റമർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു ഡിസൈന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ആ ഒരു ഗ്രീൻ കളറ്. ഇല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു ലീഫ് ഡിസൈൻ തന്നെയാണ് കേട്ടോ. അവിടെ ജസ്റ്റ് ഒന്ന് വെറുതെ വിടുന്നത് തന്നെയാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് കൂടുതൽ ഇഷ്ടമായി നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് പിന്നെയും വീഡിയോസൊക്കെ ഇടാനായിട്ട് തോന്നുകയും ചെയ്യുള്ളൂ. വീഡിയോസ് ഇടാനായിട്ട് തീരെ ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ, കൂടുതൽ വർക്ക് ചെയ്തെടുക്കാനുള്ളത് കൊണ്ടാണ്. പിന്നെ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതുപോലൊരു കുറച്ച് ഹാങ്ങിങ് കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ ഈ ഒരു ഡ്രോപ്പ് ബീഡാണ് കേട്ടോ, ഡ്രോപ്പ് ബീഡല്ല, ഓവൽ ഷേപ്പിലുള്ള നല്ല ഗ്ലാസ് ബീഡാണിത്. പ്ലാസ്റ്റിക് ടൈപ്പാണ് കേട്ടോ, ഗ്ലാസ് ടൈപ്പ് അല്ല, പ്ലാസ്റ്റിക് ടൈപ്പുള്ള ഒരു ഓവൽ ബീഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഹാങ്ങിങ് തന്നെയാണ് സ്ലീവിൻ്റെ എൻഡിലായിട്ടും വേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്രീൻ കളർ എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെ ഈ റോസ് കളറിന് ഗ്രീന് മാച്ചായി പോവാന്ന്. പക്ഷെ അവർ സാരിയിൽ ആ ഡിസൈന്, അതായത് ആ കളറ് വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അത് ലാസ്റ്റ് ചിലപ്പോൾ ഇട്ട് കഴിയുമ്പോഴായിരിക്കും ഈ ബ്ലൗസിൻ്റെ ഭംഗി അറിയുള്ളൂ കേട്ടോ. ഇതിപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, അതായത് വേറൊരു കളർ വെച്ച് ചെയ്യുന്നു. പക്ഷെ ഭംഗിയുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇതിൻ്റെ ഫുള്ള് ഔട്ട്ഫിറ്റ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ ത്രെഡ് നോർമൽ ആ ത്രെഡ് തന്നെ എടുത്തിട്ടുള്ളത്. 2 ത്രെഡ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 4 ആയിട്ട് നമ്മൾ 2 ആക്കിയിട്ട് അത് സൂചി കൂടെ കോർക്കുമ്പോൾ നമുക്ക് 4 ഇഴയായിട്ട് കിട്ടില്ലേ. അങ്ങനെ 4 ഇഴ വേണ്ട, 2 ഇഴ തന്നെ മതി. കാരണം 4 ഇഴയാകുമ്പോൾ കുറച്ചുകൂടി കട്ടി കൂടുമ്പോൾ ഇത് നല്ലപോലെ അങ്ങനെ ആടിക്കളിക്കില്ല, ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. 2 ഇഴയാകുമ്പോൾ നമുക്ക് നല്ല ആടിക്കളിക്കുന്നത് പോലെ തന്നെയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ, കുഴഞ്ഞു കിടക്കും. അപ്പം ഇനി ഇതെങ്ങനെയാണ് വെക്കുന്നത് രീതി നിങ്ങൾ എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേട്ടോ ഞാൻ വിചാരിക്കണം. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പറഞ്ഞുതരാം എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന്. നമ്മൾ നോർമലി ഒരു സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളൂ, അതായത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി ഈ അടുത്ത് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ അടിയിൽ നിന്ന് ആ ഒരു തുണി ഉണ്ടാവില്ല നമ്മുടെ സ്ലീവിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്തായിട്ട് കുത്തി കയറ്റിയെടുക്കുക കേട്ടോ. ഇതുപോലെ എടുക്കുക. അതിനുശേഷം 4 കട്ട് ബീഡ്സ് ആണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഷുഗർ ബീഡ്സ് ആണെങ്കിൽ എണ്ണം കൂട്ടാം കേട്ടോ. ചിലവർക്ക് നല്ലതുപോലെ തൂങ്ങിക്കിടക്കേണ്ടി വരും, ചിലവർക്ക് അധികം ലെങ്ത്ത് വേണ്ടാന്ന് പറയും. അപ്പോൾ അവർക്ക് എങ്ങനെയാണോ ഇഷ്ടം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെക്കാം കേട്ടോ. എന്നിട്ട് ആ 4 കട്ട് ബീഡ്സും പിന്നെ ആ ഒരു ഗ്രീൻ കളറിലുള്ള മുത്തും പിന്നെ സ്മാൾ സൈസിലുള്ള ഗോൾഡൻ ബീഡുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ ഗോൾഡൻ ബീഡിനെ മാറ്റിയിട്ട് ആ ഗ്രീനിൻ്റെയും അതേപോലെ തന്നെ ആ കട്ട് ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സൂചി ഒന്നുകൂടി ഉള്ളിലോട്ട് കുത്തി കയറ്റിയിട്ട് ആ ബ്ലൗസിൻ്റെ എന്താ പറയുക ആ താഴ്ഭാഗത്തോട്ടേക്ക് ഒന്ന് മുകളിലോട്ടാക്കിയിട്ട് ഒന്ന് കുത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് ഇങ്ങനെ അതായത് ഞാനിപ്പോൾ ഇത് ഫ്രെയിമിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടിഭാഗത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇത് മാത്രമായിട്ട് എങ്ങനെ ഹാങ്ങിങ്സ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക, നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഹാങ്ങിങ്സ് ചെയ്തെടുക്കുന്നതെന്ന്. നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക പല ടൈപ്പിൽ നമുക്ക് ഈ ഹാങ്ങിങ്സുകൾ കിട്ടും കേട്ടോ. ക്രിസ്റ്റലും അതേപോലെ തന്നെ നമുക്ക് സീക്വൻസിൻ്റെയൊക്കെ ഫ്ലവർ ടൈപ്പും എല്ലാം കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഫുള്ളും ഹാങ്ങിങ്സ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാനായിട്ട് കൂടുതൽ ഭംഗിയായില്ലേ. ഇനി നമ്മളിതിൻ്റെ ബാക്ക് വശം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അവിടെയും കാണാനായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇത് ഹാങ്ങിങ്സ് മാത്രം എങ്ങനെ വെക്കുന്ന ഒരു വീഡിയോ മാത്രമായിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ളവർ അത് പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഓരോ കമൻസ് നിങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ. അതേപോലെ നമ്മൾ 2 സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെക്കിലും ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.